മദർ എലീശ്വ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് ബന്ധുക്കളും വിശ്വാസികളും. ആ പ്രതികരണങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. എലീശമ്മ കാരുണ്യത്തിൻ്റെ ഉറവിടമായിരുന്നു. അമ്മയുടെ പ്രവർത്തനത്തിൻ്റെ ഈ സന്തോഷത്തിൻ്റെ വേളയിൽ കുടുംബ അംഗങ്ങളായ ഞങ്ങളെ ഏവരും സന്തോഷത്തോട് അഭിമാനത്തോട് കൈക്കൊള്ളുന്നു. സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്കൊരു ഇതുണ്ട്, ട്രസ്റ്റ് ഉണ്ട്. എല്ലാവരും കൂടി ഇത് ആഘോഷമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചേക്കണം. കാത്തിരുന്നിട്ടൊരു ഞങ്ങൾ മനസ്സിലൊരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല. ഞങ്ങളെല്ലാം ബർത്ത്ഡേയും ഇത് ജന്മദിനവും ഈ മരണദിനമൊക്കെ ആഘോഷിക്കാറുണ്ട് ഞങ്ങൾ. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ആൻമരിയ സണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. വല്ലാർപാടം ബസലിക്കയിൽ നിന്നാണ് ആൻമരിയ ചേരുന്നത്. ഇപ്പോൾ ബന്ധുവായ അമ്മ പറഞ്ഞതുപോലെ തന്നെ വലിയ ആഘോഷത്തിലാണ് അവിടെയുള്ള ആളുകളൊക്കെ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് പള്ളിയിലെ ചടങ്ങുകൾ? പ്രവിത, തീർച്ചയായിട്ടും. കാരണം കാത്തിരുന്ന് കിട്ടുന്ന പുണ്യദിനമാണ്. ഏകദേശം 112 വർഷങ്ങളായി കാത്തിരിക്കുന്ന ദിനത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. മദർ എലീശ്വ ഇന്ന് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. 4:30 കൂടി ചടങ്ങുകൾ ആരംഭിക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന വല്ലാർപാടം ബസലിക്കയ്ക്ക് മുൻപിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന അൾത്താരയ്ക്ക് മുൻപിലായിരിക്കും വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപന ചടങ്ങുകളും ദിവ്യബലിയും നടക്കുന്നത്. ഈ ദിവ്യബലിയിലെ ഇടയിലാണ് അമ്മയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നത്. 10,000-കണക്കിന് ആളുകൾക്ക് വേണ്ടി ഇരിക്കാൻ പാകത്തിനുള്ള വലിയ തരത്തിലുള്ള സജ്ജീകരണം വല്ലാർപാടം ബസലിക്കയ്ക്ക് മുമ്പിൽ വലിയ തരത്തിലുള്ള ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുന്ന സീറ്റുകളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സുരക്ഷയോടുകൂടിയുമാണ് ഈ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നത്. അവസാനവട്ട മിനുക്കുപണി മാത്രമാണ് ഇനി ബാക്കിയായിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. 4:30ക്കാണ് ഈ വല്ലാർപാടം ബസലിക്കയ്ക്ക് മുൻപിലുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പക്ഷേ ഏകദേശം ഒരു 1:30 കൂടി തന്നെ കൂനമ്മാവ് പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന്, അതായത് അമ്മ ഏറ്റവും കൂടുതലായിട്ടുള്ള സമയം ചെലവഴിച്ച സ്ഥലങ്ങളാണ് ഈ കൂനമ്മാവ് എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുമുള്ളത്. അത് കാരണം അമ്മ വിധവയായതിനു ശേഷം 10 വർഷം ധ്യാനത്തിലേക്ക് മാറി അതിനുശേഷമാണ് ഈ സന്യാസം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയാണ് പ്രാധാന്യം നൽകിയിരുന്നതും. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബോർഡിങ്ങുകൾ, അതോടൊപ്പം തന്നെ അനാഥ മന്ദിരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആദ്യം ഒരുക്കുന്നതും മദർ എലീശ്വ തന്നെയാണ്. അതുകൊണ്ട് കൂനമ്മാവിൽ നിന്ന് 1:30 കൂടിയിട്ടുള്ള ഒരു പ്രദക്ഷിണമുണ്ടാകും. അത് ദീപശിഖ ഏന്തിക്കൊണ്ടുള്ള പ്രദക്ഷിണം ഈ വല്ലാർപാടം ബസലിക്കയ്ക്ക് മുൻപിലേക്കുണ്ടാകും. പിന്നീട് 4 മണിക്ക് ഈ മെത്രാന്റെ പ്രത്യേക പ്രതിനിധി മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധി അടക്കമുള്ളവരാണ് ഇവിടേക്ക് പ്രഖ്യാപന ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന പ്രത്യേക സ്വീകരണം 4 മണിക്ക് ആർച്ച് ബിഷപ്പ് ഹൗസിൽ ഉണ്ടാകും. അതിനുശേഷം അവിടെ സ്വീകരണം ഒരുക്കിയിരിക്കുന്ന ആളുകളെല്ലാം 4:30 കൂടി വല്ലാർപാടം ബസലിക്കയിലെത്തും. പ്രഖ്യാപന ചടങ്ങുകളെല്ലാം നടക്കും. വലിയ സന്തോഷത്തിലാണ് നമ്മൾ ആ ബന്ധുക്കളുടെ വാക്കുകൾ കേട്ട പോലെ തന്നെ കാരുണ്യത്തിന്റെ പ്രതിനിധിയായ മദർ എലീശ്വയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് പ്രഖ്യാപിക്കുമ്പോൾ വലിയ ആഘോഷത്തിലുമാണ് വല്ലാർപാടം ബസലിക്കയും അതോടൊപ്പം തന്നെയുള്ള കേരളക്കരയും. ശരി, 1860കളിൽ തന്നെ ഒരു സ്ത്രീ ശാക്തീകരണം, അനാഥരെ ചേർത്ത് പിടിക്കൽ, അങ്ങനെ കാരുണ്യത്തിന്റെ പല കൈവഴികളിലൂടെ സഞ്ചരിച്ച മദർ എലീശ്വ വാഴ്ത്തപ്പെട്ടവൾ എന്ന പദവിയിലേക്ക് പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.